എൻ.ഡി.എ സംസ്ഥാന നേതൃയോഗം ചേർത്തലയിൽ ആരംഭിച്ചു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, എൻ.ഡി.എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി, ബി.ജെ.പി നേതാക്കളായ വി മുരളീധരൻ, പി.കെ കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനെ ഘടകകക്ഷി നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, പ്രധാന അജണ്ട ഏതാണ്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം ചർച്ചകൾ നടക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, അല്പസമയം മുമ്പാണ് ചേർത്തല ട്രാവൻകൂർ പാലസ് ഹോട്ടലിൽ എൻ.ഡി.എയുടെ സംസ്ഥാന നേതൃയോഗം ആരംഭിച്ചത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന ആദ്യത്തെ സംസ്ഥാന നേതൃയോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. എൻ.ഡി.എയുടെ പ്രധാന ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ബി.ജെ.പി നേതാക്കളായ പി.കെ കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകളും പങ്കെടുക്കുന്നുണ്ട്. എൻ.ഡി.എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിയുണ്ട്. മാത്രമല്ല ബി.ഡി.ജെ അടക്കമുള്ള ഘടകകക്ഷി നേതാക്കന്മാർ എല്ലാവരും തന്നെ ഇപ്പോൾ നടക്കുന്ന എൻ.ഡി.എ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് എൻ.ഡി.എ നേതൃയോഗം ആരംഭിച്ചത്. ദേവിക പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായും ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ചയാവുക വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു രീതിയിൽ തന്നെയായിരിക്കും ഇന്നത്തെ നേതൃയോഗം മുന്നോട്ട് പോവുക. അതിനായി ബൂത്ത് തലം മുതൽ ഘടകകക്ഷികളുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരിക്കും ഇന്നത്തെ ഈ നേതൃയോഗത്തിന്റെ പ്രധാന അജണ്ട. ആ രീതിയിൽ, അതായത് പാർട്ടി മുന്നണിയെ ശക്തിപ്പെടുത്താനായി ഘടകകക്ഷികളെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക, അത് തന്നെയായിരിക്കും ഇന്നത്തെ എൻ.ഡി.എ സംസ്ഥാന നേതൃയോഗത്തിന്റെ പ്രധാന അജണ്ട. എന്തായാലും കൂടുതൽ ഘടകകക്ഷികൾ എൻ.ഡി.എയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാ ഘടകകക്ഷികൾക്കും ഒരുപോലെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്ന രീതിയിൽ തന്നെയായിരിക്കും ഇന്ന് നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചകൾ നടക്കുക. അതിനുശേഷം നേതൃയോഗത്തിന് ശേഷം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും ഘടകകക്ഷി നേതാക്കളും എല്ലാവരും ചേർന്ന് മാധ്യമങ്ങളെ കാണും. ഇന്ന് പ്രധാനമായും ഈ നേതൃയോഗത്തിൽ ഉണ്ടായ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും. ആ രീതിയിലാണ് ഇന്നത്തെ നേതൃയോഗം ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചേർത്തല ട്രാവൻകൂർ പാലസിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ എൻ.ഡി.എയുടെ സംസ്ഥാന നേതൃയോഗം തുടരുകയാണ്. ദേവിക.